എല്ലാവരും നേരിട്ട് അനുഭവിക്കുന്ന ഒന്ന്, എന്നിട്ടും തെരഞ്ഞെടുപ്പിലോ സംവാദങ്ങളിലോ വിഷയമാകാത്ത ഒന്ന്, കാലാവസ്ഥ. തെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിയിൽ എത്തിയ സമയത്ത് കാലാവസ്ഥയുടെ രൗദ്രതയും ക്ലൈമാക്സിലായിരുന്നു. കഴിഞ്ഞ മാസം പിറന്നത് മിസോറമിലെ ഉരുൾപൊട്ടലിൽ 30ഓളം പേർ മരിച്ച വാർത്തയുമായാണ്. റിമാൽ ചുഴലിക്കാറ്റിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ 38 പേർ അതിന് തൊട്ട് മുൻപ് മരിച്ചു. ഇതേ സമയം വടക്കൻ ഡൽഹിയിൽ ചൂട് 60 ഡിഗ്രി സെൽഷ്യസോളം എത്തി. വടക്ക് കിഴക്ക് ഉരുൾപൊട്ടലും പ്രളയവും, വടക്ക് ഉഷ്ണതരംഗവും. ഓരോ വർഷവും ഉഷ്ണം കൂടി വരുന്നു. ഇക്കൊല്ലത്തെ വേനലിൽ ഇന്ത്യ 36 കാലാവസ്ഥാ നിലയങ്ങളിലായി 536 അത്യുഷ്ണ ദിനങ്ങൾ രേഖപ്പെടുത്തി. ജൂൺ 10 മുതൽ 19 വരെ അതിൻ്റെ പാരമ്യമായിരുന്നു. ഡൽഹിയിൽ 9 ദിവസത്തിനകം 192 ഭവനരഹിതർ ഉഷ്ണതരംഗം കാരണം മരിച്ചു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാർഷിക മേഖലയെ ചുട്ടുകരിച്ച വേനൽ. Currently, parts of Asia are experiencing severe heat waves. Temperatures in the Indian capital Delhi reached an all-time high of 52.3 degrees Celsius. That's a national record for India, and the first time the mercury has risen above the 50-degree mark. And in neighbouring Pakistan, temperatures have exceeded 52 degrees in recent days. The air in Hanal Khatun's hut is stifling. She lives in what is one of the hottest places on the planet right now. Temperatures here in the southern Sindh province have soared above 52 degrees. ചൂട് മൂലം ജമ്മു കശ്മീരിൽ കാട്ടുതീ പടർന്നു. ഇതേ സമയത്ത് വടക്ക് കിഴക്ക് അതിവർഷമാണ് മരണം വിതച്ചത്. While firefighters battle to bring wildfires under control in Jammu and Kashmir state, survivors of Cyclone Remal, which battered India's northeastern states on Sunday, are rebuilding their homes. ലഡാക്കിലും മണിപ്പൂരിലുമെല്ലാം വെള്ളപ്പൊക്ക കെടുതി. കലാപം തകർത്ത മണിപ്പൂരിന് ഈ ദുരിതവും. ലഡാക്കിൽ 5 സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു. ഓർക്കാപ്പുറത്തുണ്ടായ വെള്ളപ്പൊക്കമാണ് കാരണം. അപ്രതീക്ഷിത വെള്ളപ്പൊക്കം മഹാരാഷ്ട്രയിൽ 5 ജീവൻ കവർന്നത് ജൂൺ ഒടുവിലാണ്. ഇന്ത്യയിൽ പലയിടത്തും നേപ്പാളിലും ചുഴലിക്കാറ്റും പ്രളയവും ദുരന്തം വിതച്ചു. അത്യുഷ്ണം മൂലം 200ഓളം പേർ മരിച്ച ഡൽഹിയിൽ പ്രളയം 11 പേരുടെ ജീവനെടുത്തു. അതിഭീകരമായ ചൂടിൽ നിന്ന് അതിവർഷത്തിലെത്താൻ ഡൽഹി എടുത്തത് വെറും 10 ദിവസം. സാധാരണ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന അനുഭവമാണിത്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്. കേരളത്തിലും കാര്യങ്ങൾ വളരെ വ്യത്യസ്തമല്ല. ദുരിതത്തിൻ്റെ തോതിലേ മാറ്റമുള്ളൂ. 2 മാസം മുൻപത്തെ കേരള വാർത്തകൾ ജീവനെടുക്കുന്ന ചൂടിനെ പറ്റിയായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത അസാധാരണ ചൂടിനെ പറ്റി. മഴയെ പറ്റിയുള്ള നേർത്ത പ്രതീക്ഷ പോലും 1-ാം പേജിൽ പ്രധാന വാർത്തയായിരുന്നു അന്ന്. ഈ 1-ാം പേജ് തലക്കെട്ട് പെയ്തു തുടങ്ങിയ വേനൽ മഴയെ പറ്റിയല്ല, വരുമെന്ന് പ്രതീക്ഷിച്ച മഴയെ പറ്റിയാണ്. മഴയെ ആഘോഷമായി വരവേൽക്കാൻ ഒരുങ്ങുന്ന പോലെ. ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും മഴ നാശം വിതക്കുന്നതായി. എല്ലാ മഴയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഫലമല്ല. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങളിലെ തീവ്ര കാലാവസ്ഥകൾ ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. തൊഴിലുകളെ, സമ്പദ് വ്യവസ്ഥകളെ, ജീവിതങ്ങളെ, ജീവനുകളെ നശിപ്പിക്കാൻ പോന്ന പ്രതിസന്ധി. അത്ഭുതമെന്ന് പറയേണ്ടത്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും രാഷ്ട്രീയ പാർട്ടികളിലോ പൊതുപരിപാടികളിലോ ഒന്നും കാലാവസ്ഥാ പ്രതിസന്ധി വിഷയമായില്ല എന്നതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 166 പേരെയാണ് ചൂട് കൊന്നുകളഞ്ഞത്. UP-യിൽ നിന്നാണ് ഈ വാർത്ത. മുൻപില്ലാത്ത പ്രളയ തീവ്രത അസമിൽ നിന്ന്. ജീവൻ മരണ പ്രശ്നമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ. ഈ തീക്ഷ്ണമായ കാലാവസ്ഥാ ദുരന്തങ്ങൾ നടന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്. എന്തിനേറെ, വോട്ടെടുപ്പിൻ്റെ അവസാന നാളിൽ അമിതോഷ്ണം മൂലം 35 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മരിച്ചു. ജനമനസ്സിൽ കാലാവസ്ഥ ഒരാശങ്കയായി നിലനിൽക്കുന്നുണ്ടെന്ന് 2022 പഠനം കാണിച്ചതാണ്. പ്രതിസന്ധി യഥാർത്ഥം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തം, ജനങ്ങളുടെ ഉത്കണ്ഠ യഥാർത്ഥം. തെരഞ്ഞെടുപ്പിൽ വിഷയമാകാൻ എല്ലാം പാകം. പക്ഷേ വിഷയമായില്ല.
ഉഷ്ണതരംഗവും പ്രളയവും ചുഴലിക്കാറ്റുമെല്ലാം ചേർന്നിട്ടും തെരഞ്ഞെടുപ്പിൽ കാലാവസ്ഥ വിഷയമായില്ല. മാധ്യമങ്ങളിലും ആ നിലക്ക് വിഷയം വന്നില്ല. ഇലക്ഷൻ വാർത്തകളുടെ ഒരു അനുബന്ധമായി മാത്രം അത് വന്നു. പാർട്ടികൾക്കായാലും മാധ്യമങ്ങൾക്കായാലും അഭിപ്രായവും നിലപാടും തീരുമാനിക്കാൻ പറ്റേണ്ടതായിരുന്നു. കാരണം പ്രശ്നം രൂക്ഷമാവുകയാണ്, അത് വ്യാപിക്കുകയാണ്. സർക്കാർ തന്നെ വൻതോതിൽ പരിസ്ഥിതി നശിപ്പിക്കുമ്പോൾ, നിക്കോബാർ ദ്വീപിൻ്റെ വരെ ജൈവധന്യതയെ തകർക്കുമ്പോൾ ഭരണപരമായ ആസൂത്രണവും നയവും അത്യാവശ്യമാണ്. അനേകം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാലാവസ്ഥ വിഷയമായിട്ടില്ല. പ്രശ്നമാകട്ടെ സങ്കീർണമാകുന്നു. പോയ വർഷം ചൂടിൽ മറ്റൊരു റെക്കോർഡുണ്ടായി. In India, 33 poll workers died from heat stroke on a single day last week during India's national elections. In Mexico, it's so hot, howler monkeys are falling dead from the trees. UN സെക്രട്ടറി ജനറൽ ഓർമ്മിപ്പിക്കുന്നു, പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2024 മെയ് മാസം ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസമാണ്. ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ തുടർച്ചയായി 12ാമത്തേത്. It is also the day that the European Commission's Copernicus Climate Change Service officially reports May 2024 as the hottest May in recorded history. Every turn of the calendar has turned up the heat. Our planet is trying to tell us something. ഭൂമി നമ്മോട് തുടർച്ചയായി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം ചെവി കൊടുക്കുന്നില്ല എന്ന്. ഇതാ ഭൂമി പറയുന്ന കാര്യങ്ങളിൽ ചിലത്. വടക്കേ ഇന്ത്യ ചുട്ടുപഴുത്ത സമയത്ത് തന്നെ കശ്മീരിലെ ഷോപ്പിയാനിൽ അകാലത്തിൽ അസാധാരണമായ മഞ്ഞുവീഴ്ച. ആരോഗ്യത്തെ, ഭക്ഷ്യസുരക്ഷയെ, അതിജീവനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് കാലാവസ്ഥാ പ്രതിസന്ധി. പ്രതിരോധിക്കേണ്ട ചുമതല ഭരണകൂടങ്ങൾക്കുണ്ട്. For the past year, every turn of the calendar has turned up the heat. Our planet is trying to tell us something, but we don't seem to be listening. കഴിഞ്ഞ മാസം ഇറ്റലിക്കും കിട്ടി ഭൂമിയുടെ സന്ദേശം. വരൾച്ചയ്ക്കിടെ പ്രളയം. ഇത് ജപ്പാനിൽ. പല ജീവിവർഗങ്ങളും അപ്പാടെ നശിക്കുന്നു. 500-ലധികം ശാസ്ത്രജ്ഞരോട് ഈ പ്രശ്നം പഠിക്കാൻ 2019 UN ആവശ്യപ്പെട്ടിരുന്നു. അവരിപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കും. അനേകം ജീവിവർഗങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണത്രേ. This is the first time there's been a global assessment where all the evidence has been pulled together. Thousands and thousands of papers. We're losing biodiversity at a rate that is truly unprecedented in human history. All groups in the natural world are in decline, which means their populations are getting smaller day by day. 1880 മുതൽ ഭൂമിയുടെ വിവിധ മേഖലകളിൽ ചൂട് കൂടി വന്നതിൻ്റെ ദൃശ്യവൽക്കരണമാണ് ഇത്. അതെ, എല്ലാ രാജ്യങ്ങളിലും ഭൂമിയുടെ മുന്നറിയിപ്പുകൾ ഉണ്ട്. ഇത് ഈ ജൂൺ മാസത്തെ ചിലത്. ചൈന മിന്നൽ പ്രളയം. ഫ്രാൻസ് മിന്നൽ പ്രളയം. ചൈന കൊടുങ്കാറ്റ്. പോളണ്ട് കൊടുങ്കാറ്റ്. ജർമ്മനി അതിവൃഷ്ടി. കിർഗിസ്ഥാൻ ഉരുൾപൊട്ടൽ. തുർക്കി കാട്ടുതീ. ഫ്രാൻസ് ആലിപ്പഴ വർഷം. ഇനിയുമുണ്ട് ജൂൺ വിശേഷങ്ങൾ. ഇതാ ജൂൺ 23 എന്ന ഒറ്റ ദിവസം സംഭവിച്ചത്. Russia, Chelyabinsk. A lightning strike against the background of a mesocyclone. Republic of Bashkortostan. Origin of a tornado over the settlement Severny, Abzelilovsky district. Finland, Päijät-Häme. Water vortex and double rainbow on Lake Sikjarvi. India. Drought. Temperatures exceeded 44 degrees Celsius for almost 40 consecutive days in agrarian areas. ആഫ്രിക്കയിലെ മനോഹരമായ ഗാൻവി ഗ്രാമം കടലിൽ താഴുന്നു.
എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചൂട് കൂടുന്നു. വറുതിയും ചുഴലിയും മണ്ണ് വീഴ്ചയും. ജൂൺ ശരിക്കും പൊള്ളിച്ചു. അത് മുന്നറിയിപ്പ് കൂടിയാണ്. ഇനിയും എത്ര ദുരിതം കണ്ടാലാണ് മനുഷ്യർ കണ്ണ് തുറക്കുക? ഇത് നാസ തയ്യാറാക്കിയ ഡിജിറ്റൽ ചിത്രീകരണമാണ്. വടക്കൻ മേഖലയെന്നോ പാശ്ചാത്യ രാജ്യങ്ങളെന്നോ പറയാവുന്ന വ്യാവസായിക രാഷ്ട്രങ്ങളാണ് പ്രധാനമായും വൻതോതിൽ മലിനവാതകങ്ങൾ പുറത്തുവിട്ട് ഭൂമിയെ ഈ അവസ്ഥയിലാക്കിയത്. ഇന്ന് ഇന്ത്യയും ചൈനയും അക്കൂട്ടത്തിലുണ്ട്. ഓറഞ്ച് കളറിൽ കാണിച്ചത് ഫോസിൽ ഇന്ധനം, തീ കത്തിയുണ്ടാകുന്ന മാലിന്യം ചുവപ്പിൽ, കരഭാഗ പരിസ്ഥിതി പച്ചയിൽ, കടൽ നീലയിൽ. കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ഭൂമിക്ക് ശ്വാസം മുട്ടുകയാണ്. ഈ മാലിന്യ പുതപ്പ് മാറ്റുകയാണ് പരിഹാരം. അതിന് ഫോസിൽ ഇന്ധനം നിർത്തണം, വനഭാഗം വർദ്ധിക്കണം. എന്നാൽ ഇത്തരം വിവരണങ്ങളിലോ മാധ്യമങ്ങളിലോ കാണാത്ത ഒന്നുണ്ട്. ഇക്കുറി വേൾഡ് പ്രസ് ഫ്രീഡം ദിനമായ മെയ് 3 പ്രമേയം ഭൂമിയായിരുന്നു. ഭൂമിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി മാധ്യമപ്രവർത്തനം എന്ന്. പക്ഷേ നാസയാകട്ടെ മാധ്യമങ്ങളാകട്ടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായ യുദ്ധത്തെപ്പറ്റി മിണ്ടുന്നില്ല. മുൻപ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും വലിയ മലിനീകരണ വ്യവസായം യുദ്ധവും ആയുധ വ്യവസായവുമാണ്. കാലാവസ്ഥാ ചർച്ചയിൽ നിന്ന് യുദ്ധ മലിനീകരണത്തെ ഒഴിവാക്കുന്നു എന്നതാണ് സർക്കാരുകളും മാധ്യമങ്ങളും ഇപ്പോൾ ചെയ്യുന്ന ദ്രോഹം. യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം പോലെ പ്രധാനമാണ് അതിൻ്റെ പരിസ്ഥിതി ആഘാതവും. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന നിത്യവാർത്തയാണ് കാലാവസ്ഥ. എന്നിട്ടും തെരഞ്ഞെടുപ്പിന് പോലും അത് വിഷയമല്ല. വിഷയമാകുമ്പോൾ ഏറ്റവും പ്രധാന വശമായ യുദ്ധം അദൃശ്യമാക്കപ്പെടുന്നു. രാഷ്ട്രീയം പോലെ കാലാവസ്ഥാ ചർച്ചയും നീതിയെ കേന്ദ്രീകരിച്ച് വേണം നടത്താൻ. അനീതി മരണമാണ്, ഭൂമിയുടെ നാശമാണ്. നീതിയാണ് പരിഹാരം ഭൂമിക്കും രാഷ്ട്രീയത്തിനും.